വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഇസ് അശ്വതി രജത്. അപ്പൊ എല്ലാവരും വിഷുക്കാലമൊക്കെയാണ്. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? ഐ ഹോപ്പ് എല്ലാവരും ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടൊക്കെ അടിച്ചു പൊളിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഒരു ഡെയിലി ഓഫീസ് വെയർ ലുക്ക് അല്ലെങ്കിൽ ഒരു ഡെയിലി ഓഫീസ് വെയർ മേക്കപ്പ് ഒക്കെയാണ്. അപ്പം എന്തായാലും എനിക്കൊന്ന് വർക്ക് ഉള്ള ദിവസമാണ്. അപ്പം ഞാൻ ഡെയിലി റെഡി ആവുന്ന എൻ്റെ മേക്കപ്പും മെറ്റയറൊക്കെ എങ്ങനെയാണെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊരു സിമ്പിൾ വീഡിയോ ആണ്. നമ്മൾ ഒത്തിരി ആർഭാടമൊന്നുമില്ല, വലിയ കളേഴ്സൊന്നുമില്ല. കാരണം ഇതൊരു സെയിം മേക്കപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ കോളേജ് ഗോയിങ് സ്റ്റുഡൻസിന്, സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസ് ഇത്ര മേക്കപ്പ് ഉപയോഗിക്കേണ്ട കാര്യമില്ല. അപ്പോൾ കോളേജ് ഗോയിങ് സ്റ്റുഡൻസിന് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്നവർക്കൊക്കെ ട്രൈ ചെയ്യാവുന്ന ഒരു മേക്കപ്പ് ലുക്കാണ് ഞാനത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അധികം വായിച്ചടിക്കുന്നില്ല. ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. ഓക്കെ, അപ്പം നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എപ്പോഴത്തെയും പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ സ്കിൻ പ്രിപ്പറേഷൻ ആണ്. സ്കിൻ പ്രിപ്പറേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോഴാണ് നമ്മുടെ മേക്കപ്പ് നല്ല ഫ്ലോലെസ് ആയിട്ട് കുറേ ലോങ് ലാസ്റ്റ് ചെയ്തൊക്കെ നിൽക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ഭയങ്കര കേക്കി ആയിട്ട് ഡ്രൈ ആയിട്ട് പുട്ടിയടിച്ചു എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിലൊക്കെ വരും. സോ അതിനു മുമ്പ് സ്കിൻ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സ്കിൻ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. അപ്പം ഞാനിന്ന് എടുത്തേക്കുന്ന മോയ്സ്ചറൈസർ എൻ്റെ എല്ലാ വീഡിയോയിലും നിങ്ങൾ കണ്ടിട്ടുള്ള പോലെ തന്നെ പോൺസിൻ്റെ ഈ ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസർ ആണ്. നമ്മളെല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്കാണ്, നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ അത് ഫേസിന് മാത്രമാണ് നെക്ക് എപ്പോഴും മറന്നു പോകുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഫേസ് ഒരു കളറും നെക്ക് വേറൊരു കളറായിട്ട് ശരിക്കും ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ആ ഒരു ബേസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ നെക്ക് അവോയ്ഡ് ചെയ്യാതിരിക്കാം. നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. അപ്പം ഇനി നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് എന്താണ്? സൺസ്ക്രീൻ നിർബന്ധമായിട്ടും എന്തായാലും എല്ലാവരും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. സോ ഡോണ്ട് ഫർഗെറ്റ് യുവർ സൺസ്ക്രീൻ. നമ്മുടെ സൺസ്ക്രീൻ ഇതാണ്, അക്വാലോജിക്കൻ്റെ. ഇതാണ് എൻ്റെ ഫേവറേറ്റ് സൺസ്ക്രീൻ. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള, ഇതിനെക്കുറിച്ചല്ല സൺസ്ക്രീൻസിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ പോയി കാണുക. സോ നമുക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. അപ്പം നമ്മുടെ സ്കിൻ പ്രിപ്പറേഷൻ കഴിഞ്ഞു. ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു, പിന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോൾ ഒരു 30 seconds ഒക്കെ വെയിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പം സ്കിൻ പ്രിപ്പറേഷൻ അത്രേ ഉള്ളൂ. ഇനി നമ്മൾ മേക്കപ്പിലേക്ക് കിടക്കുകയാണ്. ഞാൻ ഫൗണ്ടേഷൻ ഒന്നും ഉപയോഗിക്കുന്നില്ല, പകരം ഞാനൊരു BB ക്രീമാണ് ഉപയോഗിക്കുന്നത്. ഇത് ഗുഡ് വൈബ്സിന്റെ ഹൈഡ്രാ ഗ്ലോ എന്ന് പറയുന്ന ഒരു BB ക്രീമാണ്. 349 ആണ് ഇതിന്റെ പ്രൈസ്. എല്ലാവരും റിവ്യൂ ചെയ്യുന്ന അത്ര ഒരു സംഭവമായിട്ടുള്ള പ്രൊഡക്റ്റ് ഒന്നും അല്ല, ഒരു ഓക്കേഷ് പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ഞാൻ ഒരു ഹൈലി റെക്കമെൻഡഡ് പ്രൊഡക്റ്റ് ഒന്നും അല്ല. പിന്നെ ഞാൻ വാങ്ങിയ സ്ഥിതിക്ക് എൻ്റെ പൈസ മുതലാക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് പോൺസിൻ്റെ ഒക്കെ BB ക്രീം ഇതിലും കുറഞ്ഞ റേറ്റിൽ കിട്ടും. എനിക്ക് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതാണ് മച്ച് ബെറ്റർ. ഇതൊരു ഓക്കേഷ് പ്രൊഡക്റ്റ് അത്രേ ഉള്ളൂ. കൺസീലർ ഒന്നും എടുക്കുന്നില്ല, അത്രയ്ക്ക് ഹെവി ആയിട്ടൊന്നും ചെയ്യുന്നില്ല. ഇനി ബേസ് നമുക്കൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ സെറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോമ്പാക്ട് എടുക്കാം. ഞാൻ എടുത്തേക്കുന്നത് ഈ ലാക്മേൻ്റെ റോസ് പൗഡർ ആണ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നല്ല റിസൾട്ട് ഉണ്ട്, കുറേ കാലത്തേക്ക് നിൽക്കുന്ന ഒരു സംഭവം. അപ്പോൾ നമുക്ക് ലൂസ് പൗഡർ, അതായത് റോസ് പൗഡർ ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യം എൻ്റെ നെക്കിലിടുന്നത് എന്താണെന്ന് വെച്ചിട്ട് എപ്പോഴും ഈ സ്പഞ്ചിൽ കുറച്ചധികം പ്രോഡക്റ്റ് ഉണ്ടാവും. അപ്പോൾ തട്ടിക്കളയുന്നതിന് പകരം ആദ്യം നെക്കിലേക്ക് ഇടും, എന്നിട്ട് ഫേസിലേക്ക് പോകാം. ഈ ഒരു ലൂസ് പൗഡർ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ഫേസിൽ ഒരു ഓയിൽനെസ്സും ആ സ്വെറ്റും അതൊക്കെ ഒന്ന് നന്നായിട്ട് കുറച്ച് കൺട്രോളായി കിട്ടും. സോ ഒരു നല്ലൊരു മാറ്റ് ഫ്രഷ് ലുക്ക് വരുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ശരിക്കും. ഈ ഒരു പ്രൊഡക്റ്റ് എന്നല്ല, ഏതൊരു കോമ്പാക്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട്. അപ്പം നമ്മൾ നമ്മുടെ ബേസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഐബ്രോ ചെയ്യാം. ഐബ്രോ നമ്മൾ ഒരിക്കലും സ്റ്റാർട്ടിങ്ങിൽ ഫിൽ ചെയ്ത് കൊടുക്കരുത്, മിഡിൽ വെച്ചിട്ട് ഇതാക്കാവുള്ളൂ. എനിക്ക് അത്ര ഒരു ഹെവി ലുക്ക് വേണ്ടാത്തതുകൊണ്ടും പിന്നെ എൻ്റെ ഐബ്രോസ് അത്യാവശ്യം നല്ല ബ്ലാക്ക് ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ കാര്യമായിട്ട് അപ്ലൈ ചെയ്യുന്നില്ല, കുറച്ചൊന്ന് മിഡിലിൽ നിന്നൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കുന്നു, അത്രേ ചെയ്യുന്നുള്ളൂ. നമ്മൾ
അപ്പോൾ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുത്തു. ഇനി കണ്ണെഴുതാൻ പോവാണ്. അപ്പോൾ ഒരു ഓഫീസ് ലുക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ മേലേയും താഴെ എഴുതിയിട്ട് ഒരു ഭയങ്കര ഒരു ബോൾഡ് ലുക്കൊന്നും കൊടുക്കുന്നില്ല. മേലെ മാത്രം എഴുതിയിട്ടൊരു കണ്ണൊന്ന് കുറച്ചുകൂടി ഒന്ന് വിടർന്നിരിക്കാൻ, കുറച്ചൊരു പ്രസന്റബിൾ ആയിട്ടായി ഒരു ഫ്രഷ് ലുക്കൊക്കെ കിട്ടാനായിട്ട് മേലെ മാത്രം ഒന്ന് എഴുതിയിട്ട് നമുക്ക് മസ്കാര ഇട്ട് കൊടുക്കാം. അപ്പം അത്രേ ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം. സോ ലിപ്സ്റ്റിക് ഇടുന്നതിന് മുമ്പായിട്ട് നിർബന്ധമായിട്ട് ഒരു ലിപ് ലൈനർ, ഒരു ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കുക. സോ ഞാനിന്ന് എടുക്കുന്നത് സെബാമെഡിന്റെ ലിപ് ബാം ആണ്. എവിടെ ഇതേപോലെ തന്നെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള വേറൊരു ലിപ് ബാമാണ്, കുറച്ചുകൂടെ ബഡ്ജറ്റിലുള്ളത്, ബേബി ലിപ്സിന്റെ. അപ്പം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ ലിപ്സ്റ്റിക് ഇടുന്നതിന് മുമ്പ് എന്തായാലും ലിപ് ബാം ഉപയോഗിക്കുക. ലിപ് ബാം ഇട്ടു. ഇനി വേണ്ടത് ലിപ്സ്റ്റിക് ആണ്. സോ ഇത് ഹെൽത്ത് ആൻഡ് ഗ്ലോന്ന് ഞാൻ വാങ്ങിയ ലിപ്സ്റ്റിക് ആണ്. ഓൺലൈനിൽ കിട്ടുമെന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. ലിക്വിഡ് ലിപ് കളർ ആണ്. ഷെയ്ഡ് വന്നിട്ട് 126 ഓർക്കിഡ്. ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ് കേട്ടോ. എന്താ പറയുക, ഒരു പിങ്കും റെഡും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് എന്ന് പറയുന്നതാണ് എൻ്റെ ഒരു ഫേവറേറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് ഓൺലൈനിൽ അവൈലബിൾ ആണോ എന്ന് ഞാൻ നോക്കട്ടെ. ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി വാങ്ങാം. അപ്പം മേക്കപ്പ് കഴിഞ്ഞു. ഇനി അറ്റയർ ഒന്ന് ചേഞ്ച് ചെയ്യണം. അപ്പം നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് കാണാം. അപ്പൊ ഇതാണ് ഇന്നത്തെ അറ്റയർ എന്ന് പറയുന്നത്. എന്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഒന്ന് നോക്കുന്നത്, അതൊക്കെ ഞാനിപ്പോൾ റെഡി ആയതിന്റെ മെസ്സാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹെയർ ഞാൻ അങ്ങനെ ഒത്തിരി ഒരു വലിയ അറ്റകുറ്റപ്പണിയൊന്നും ചെയ്യാറില്ല. ഒന്നെങ്കിൽ ഇങ്ങനെ പോണി പോലെ ഇട്ടിട്ട് ഇങ്ങനെ കുറച്ച് ബാങ്ക്സ് ഫ്രണ്ടിലേക്ക് ഇടും, ഇല്ലാന്നുണ്ടെങ്കിൽ ലൂസ് ഹെയർ ഇടും. അപ്പം ഇന്ന് ഞാൻ വിചാരിക്കുന്നത് ലൂസ് ഹെയർ വിടാം എന്നാണ്. ഹെയർ അപ്പം അത്രയേ ഉള്ളൂ. പിന്നെ ഐ ക്യാരി വൺ ബാഗ് ലൈക്ക് ദസ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ കാര്യമായിട്ട് വലിയ സംഭവം ഒന്നും ഉണ്ടാവില്ല, കാരണം ഞാൻ ലാപ്ടോപ്പ് ബാഗ് വേറെ ക്യാരി ചെയ്യുന്നുണ്ട്. 2 ബാഗ് എടുത്തിട്ടാണ് പോകുന്നത്. സോ ഇതാണ് ഒരു ഫൈനൽ ലുക്ക്, ഒരു ഓഫീസ് ഗോയിങ് ലുക്ക് എന്ന് പറയുന്നത്. സോ ഐ ഹോപ്പ് യു ആൾ ലൈക്ഡ് ഇറ്റ്. സോ ഇതേപോലത്തെ കൂടുതൽ ബ്യൂട്ടി റിലേറ്റഡ് കണ്ടന്റ്, മേക്കപ്പ്, സ്കിൻ കെയർ കണ്ടന്റ് ഒക്കെ ആയിട്ട് ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ കാണാം. യു ആൾ ടേക്ക് കെയർ. ഐ സീ യു ഗൈസ് ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ.